ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ധരയിൽ അർപ്പിക്കുകയാണ്. അല്പസമയം ധ്യാനത്തിനായി എടുത്തിട്ടുള്ള തിരുവചന വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. വളരെ സുപരിചിതമായ ഒരു തിരുവചന വേദഭാഗമാണ് നാം ഇവിടെ വായിക്കുന്നത്. ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം നമ്മൾ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹിസ്കിയാവിന് മരിക്കത്തക്കതായിട്ടുള്ള ഒരു രോഗം കടന്നു വരികയാണ്. ദൈവം തമ്പുരാൻ യെശയ്യാ പ്രവാചകനോട് അരുൾ ചെയ്തത്, നീ ഹിസ്കിയാവിന്റെ അരികിലേക്ക് കടന്നുപോയി അവനോട് പറയുക, നീ മരിച്ചു പോകും, നിന്റെ ഗൃഹകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുവാൻ വേണ്ടി ദൈവം യെശയ്യാ പ്രവാചകനോട് പറയുകയാണ്. യെശയ്യാ പ്രവാചകൻ ഈ കാര്യം പോയി ഹിസ്കിയാ രാജാവിനോട് പറയുമ്പോൾ ഹിസ്കിയാ രാജാവ് അപ്പോൾ മുഖം ചുവരിന്റെ നേരെ തിരിച്ച് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയുടെ മുമ്പാകെ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹൃദയനുറുക്കത്തോടുകൂടെ, വേദനയോടുകൂടെ, തന്റെ ജീവിത അനുഭവത്തെ ചിന്തിച്ചുകൊണ്ട് താൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയും. ഇവിടെ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 3 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, യഹോവയാകുന്ന ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു എന്നുള്ളത്. 2, ദൈവം നമ്മുടെ പ്രാർത്ഥന കാണുന്നു എന്നുള്ളതാണ്. 3, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ഒന്നാമതായി നാം ചിന്തിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നിലവിളി കർത്താവ് കേൾക്കുന്നു. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നു എന്ന് തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അതിന്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. നീതിമാന്മാരുടെ നിലവിളിക്ക് വേണ്ടി അവന്റെ ചെവി അവരുടെ നിലവിളിക്ക് മുമ്പിൽ തുറന്നിരിക്കുന്നു എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. 34-ാം സങ്കീർത്തനത്തിൽ തന്നെ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ദൈവസന്നിധിയിൽ നാം നിലവിളിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുകയും കർത്താവ് നമുക്കതിന് മറുപടി നൽകുകയും ചെയ്യുകയാണ്. രണ്ടാമതായി നാം അവിടെ ചിന്തിക്കുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കാണുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കാണുന്നു എന്ന് തിരുവചനാടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും കാണുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. ഇവിടെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മിസ്രൈമ്യർ അവരോട് ചെയ്യുന്നതായ ഓരോ കാര്യങ്ങളും ദൈവം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു, അവരുടെ നിലവിളിയെ ദൈവം കണ്ടു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങളും നിലവിളിയും നമ്മുടെ ജീവിതത്തിലുള്ളതായ പ്രതിസന്ധിയുടെ അനുഭവങ്ങളെല്ലാം ദൈവം കാണുന്നു എന്ന് ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഹിസ്കിയാവിന്റെ ജീവിതത്തിലെ വേദന കർത്താവ് തന്റെ നിലവിളി, പ്രിയ ഈ ഹിസ്കിയ രാജാവിന്റെ നിലവിളി കേൾക്കുകയും കാണുകയും ചെയ്യുന്നതായി തിരുവചനം പഠിപ്പിക്കുകയാണ്.
മൂന്നാമതായി തിരുവചനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവം പ്രാർത്ഥനയ്ക്ക് ശക്തമായ ഒരു മറുപടി നൽകുന്നു എന്നുള്ളതാണ്. ഇന്ന് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ഉറപ്പായും മറുപടി ദൈവം തമ്പുരാൻ നൽകും. കാരണം ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ പ്രാർത്ഥന കേട്ടു, അവന്റെ നിലവിളി കണ്ടു. അവന്റെ ജീവിതത്തിൽ 15 സംവത്സരം ദൈവം തമ്പുരാൻ ആയുസ് നീട്ടി നൽകി എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നിലവിളിക്കും നമ്മുടെ കണ്ണുനീരിനും മറുപടിയുണ്ട്. പ്രാർത്ഥിച്ച ഒരു തലമുറയും ഇന്നേ വരെ നാശക്കോട്ടയായിട്ടില്ല. അവരുടെ തലമുറകൾ അനുഗ്രഹമായിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിരിക്കുന്ന നന്മകളും വിടുതലുകളും കർത്താവ് നൽകിയിട്ടുണ്ട് എന്ന് തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ഏത് ഭാരത്തോടുകൂടെയാണ് ഇരിക്കുന്നത് നാം? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളും വേദനകളും നേരുന്ന അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ആരോടും പറയുവാൻ കഴിയാതെ വിങ്ങി പൊട്ടി നടക്കുന്ന അനേക ഹൃദയങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിലെ എല്ലാവരും നമ്മെ കൈവിട്ടെന്ന് പറഞ്ഞാലും കൈവിടാത്തൊരു ദൈവമുണ്ട്. അപ്പനും അമ്മയും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും അയൽവാസികളും എല്ലാവരും കൈവിട്ടാലും, ഈ ലോകത്തിലെ ആരൊക്കെ കൈവിട്ടാലും കൈവിടുകയില്ല എന്ന് വാക്തത്വം നൽകിയൊരു കർത്താവുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, എല്ലാ നാളും നിന്റെ ഒപ്പം ഞാനുണ്ട് എന്ന് വാക്തത്വം നൽകിയ കർത്താവ്, ആ കർത്താവ് നമ്മോടൊപ്പമുണ്ട് എങ്കിൽ നാം എന്തിനെയാണ് ഭയപ്പെടുന്നത്? അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമീതെ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കാരണം ഇതിനെയെല്ലാം ജയിച്ച, ഈ ലോകത്തിലെ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ജയിച്ചവനാകുന്ന ക്രിസ്തു നമ്മുടെ മേലുണ്ട്. ആ കർത്താവ് നമ്മോടൊപ്പം ഉള്ളിടത്തോളം കാലം നാം ഭയപ്പെടേണ്ടതിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ നിലവിളി കാണുന്ന ഒരു ദൈവം, നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മോടൊപ്പമുണ്ട്. സർവശക്തനാകുന്ന ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ഏത് ഭാരം വേണമെങ്കിലും നമുക്ക് നിരത്തി വെക്കാം. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാരങ്ങളിൽ നിന്ന്, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന്, നമ്മുടെ കണ്ണുനീരിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കും. സർവശക്തനാകുന്ന ദൈവം നമ്മെ പരിപാലിക്കുവാൻ ശക്തനാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്. ഇതെന്നെല്ലാം വിടുവിക്കുവാൻ ദൈവം ശക്തനാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നീതിമാന്റെ ജീവിതത്തിൽ അസംഖ്യമാകുന്ന പ്രതികൂലങ്ങൾ കടന്നു വരാം. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ കടന്നു വന്നതുപോലെയുള്ള രോഗങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഇതെല്ലാം കടന്നു വരുമ്പോഴും നാം തളർന്നു പോകരുത്. ഇതെന്നെല്ലാം ദൈവം വിടുവിക്കും എന്നുള്ള ശക്തമായ സന്ദേശമാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് നൽകുന്നത്. സർവശക്തനാകുന്ന ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് പരിപൂർണമായി താണിരുന്ന് ഭയഭക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ സർവശക്തനാകുന്ന ദൈവം അതിലൂടെ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.